ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നാണെങ്കിൽ നമുക്ക് തിരുവനന്തപുരം സ്റ്റൈലിലെ കൂനിപ്പൊടി തോരൻ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇത് പച്ച കൂനിപ്പൊടി അല്ല, ഇതാണെങ്കിൽ കരുവാട് കൂനിപ്പൊടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത്രയും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ കൂനിപ്പൊടി തോരനാണെങ്കിൽ ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ അതൊന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിർക്കാനായിട്ട് വയ്ക്കണം. ആ കൂനിപ്പൊടിയൊക്കെ കുതിർന്ന് വരുന്ന സമയത്ത് നമുക്ക് ചെറിയ ഉള്ളി എടുത്ത് അതെല്ലാം അരിഞ്ഞ് വയ്ക്കാം. അതിന് ശേഷം ഒരു കടായി ചൂടാക്കിയതിന് ശേഷം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കണം. കറിവേപ്പിലയ്ക്ക് പകരം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുരിങ്ങയിലയാണ്. അതിലേക്ക് നേരത്തെ അരിഞ്ഞു വച്ച ചെറിയ ഉള്ളിയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്തിട്ടുള്ള ചെറിയ ഉള്ളി ബ്രൗൺ കളറിലാവണ വരെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഏകദേശം വഴറ്റി വരുന്ന ആ ഒരു ഉള്ളിയിലേക്ക് കുതിർന്ന് വച്ചിട്ടുള്ള ആ ഒരു കൂനിപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. കൂനിപ്പൊടി വാങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കണം, അതിൽ കല്ലും മണ്ണൊക്കെ കാണും. അതുകൊണ്ട് തന്നെ നമ്മൾ 4-5 തവണ തന്നെ കഴുകിയെടുക്കണം. ആ മിക്സിലോട്ട് നമ്മൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്ത് ഒന്നും കൂടെ മിക്സ് ആക്കണം. അങ്ങോട്ട് പിടിക്കാനായിട്ട് നമ്മളൊന്ന് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ പറമ്പിലോട്ട് പോയി നമുക്ക് കിട്ടിയ ഒരു തേങ്ങ പൊതിക്കുന്നുണ്ട്. അതിൻ്റെ ചുറ്റിലും കാണുന്ന ഈ ഒരു ചകിരിയൊക്കെ നമ്മളൊന്ന് എടുത്തിട്ട് നമ്മളത് പൊളിച്ചെടുക്കുവാണ്. അപ്പം നമുക്ക് ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളത് നല്ലപോലെ തിരുവി എടുക്കുന്നുണ്ട്. അത് മിക്സിൻ്റെ ജാറിലോട്ടിട്ടിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ജീരകവും ഇട്ട് കൊടുക്കാം. അതിലോട്ട് പച്ചമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1-2 കറക്കിൽ നമ്മളൊന്ന് ഒതുക്കിയെടുക്കാം. എന്നിട്ട് ആ മിക്സ് എടുത്ത് നേരെ അവിടെ സൈഡിൽ കൊണ്ട് വെച്ചോ. എന്നിട്ട് നമ്മൾ ആ ഒരു അടപ്പ് തുറന്ന് നോക്കുമ്പോൾ നല്ലതുപോലെ അതൊന്ന് വയറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നേരത്തെ അടിച്ച് വെച്ചില്ലേ ആ ഒരു മിക്സ് അതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വയറ്റിയെടുക്കാം. ആ ഒരു മിക്സ് എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. അതിൽ വെള്ളമൊക്കെ ചെറുതായിട്ട് ഊറി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റത്തക്ക വിധം നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ലാസ്റ്റ് ഈ ഒരു പരുവായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് ഈ ഒരു പരുവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഇതാണ് ആ ഒരു തിരുവനന്തപുരം സ്റ്റൈൽ കൂനിപ്പൊടി തോരൻ്റെ ആ ഒരു ലുക്ക്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടിപൊളി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ്. നമ്മളുടെ വീട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.